സ്വിസ് ബാങ്കിനെ പറ്റി കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. എന്നാൽ അവിടുത്തെ നിക്ഷേപത്തെ സംബന്ധിച്ച വാർത്തകളല്ലാതെ കൂടുതൽ വിവരങ്ങൾ പലർക്കും അറിയണമെന്നുമില്ല. സ്വിറ്റ്സർലൻഡിലെ ബാങ്കുകളിൽ 2020 ഇന്ത്യക്കാരുടെ നിക്ഷേപം 20,700 കോടി രൂപയാണെന്ന് കണക്കുകൾ പുറത്തു വന്നിരുന്നു. എന്താണ് സ്വിസ് ബാങ്കിന്റെ പ്രത്യേകത? സ്വിസ് ബാങ്കുകളിൽ ഉള്ളത് മുഴുവൻ കള്ളപ്പണമാണോ? എന്തുകൊണ്ടാണ് കള്ളപ്പണക്കാർക്കും ധനികർക്കും സ്വിസ് ബാങ്ക് പ്രിയങ്കരമായി മാറുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് ഇവിടെ ശ്രമിക്കുന്നത്. സമാധാനത്തിന്റെ പാതയിലൂടെ പോകുന്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും നിഷ്പക്ഷത പുലർത്തിയിരുന്ന സ്വിറ്റ്സർലൻഡിലെ കൂലിപ്പടയാളികൾ എന്ന വിഭാഗം മറ്റു സ്ഥലങ്ങളിൽ യുദ്ധത്തിന് പോയിരുന്നു. കൂലിപ്പടയാളികൾ അവിടെ പോയി എന്നറിയാതിരിക്കാൻ നിക്ഷേപം സ്വീകരിക്കാൻ തുടങ്ങിയതാണ് ഈ രാജ്യത്തെ രഹസ്യ നിക്ഷേപങ്ങൾ തുടക്കം കുറിച്ചത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന രാജ്യങ്ങൾ തങ്ങളുടെ യുദ്ധാവശ്യങ്ങൾ നിറവേറ്റാനായി നികുതി നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിക്കുകയുണ്ടായി. ഇതോടെ പല രാജ്യങ്ങളിലെയും അതിർത്തിയായി നിലകൊള്ളുന്ന സ്വിറ്റ്സർലൻഡിൽ ആളുകൾ നിക്ഷേപം നടത്താൻ തുടങ്ങി. നിരവധി ഭാഷകളുള്ള രാജ്യമായതും ധനവിനിയോഗത്തിൽ വർധന വരാൻ കാരണമായി. നികുതി ലഭ്യത കുറഞ്ഞതോടെ മറ്റു രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡിനോട് നിക്ഷേപ വിവരങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ സ്വിസ് ഗവൺമെന്റ് പുതിയ നിയമവും പാസാക്കി. സ്വിസ് ബാങ്ക് ലോ 1934 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സ്വിസ് ബാങ്കിൽ ഒരാൾ അക്കൗണ്ട് തുടങ്ങിയാൽ യാതൊരു വിവരവും പുറത്തുവിടില്ല. അത് ക്രിമിനൽ കുറ്റം മാറ്റുന്ന നിയമമാണിത്. സ്വകാര്യത ആഗ്രഹിക്കുന്നവർ ഇവിടെ പണം നിക്ഷേപിക്കുന്നത് വർദ്ധിപ്പിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയിലെ ജൂതന്മാർ സ്വത്ത് തട്ടിപ്പറിക്കാതിരിക്കാൻ സ്വിസ് ബാങ്കുകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്തു. ജൂതന്മാരിൽ നിന്നും സ്വത്ത് തട്ടിയെടുത്ത പലരും ഇവിടെ തന്നെ നിക്ഷേപവും നടത്തി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവിടെ നിക്ഷേപം നടത്തിയവരുടെ പിൻതലമുറയിൽ പലർക്കും പിന്തുടർച്ചാവകാശ രേഖ ഹാജരാക്കാൻ സാധിച്ചില്ല. ഈ തുക സ്വിറ്റ്സർലൻഡിലെ സർക്കാർ ഏറ്റെടുത്തു. ഇത്തരത്തിൽ നിക്ഷേപം വൻതോതിൽ വർദ്ധിച്ചത് ആ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സഹായകമായി. സ്വിസ് ബാങ്ക് എന്നത് ഒരു ബാങ്ക് അല്ല, ഏകദേശം 400ഓളം ബാങ്കുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇവിടെ നിക്ഷേപം നടത്തുന്നവരുടെ വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കും എന്നതാണ് പ്രത്യേകത. ഇത് സ്വിസ് രാജ്യത്തെ നിയമമാണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലാതെ വിവരം പുറത്തേക്ക് നൽകില്ല. സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ മാത്രമാണ് സ്വിസ് ബാങ്കിലെ നിക്ഷേപ വിവരങ്ങൾ നൽകുക. സാമ്പത്തികമായി സുരക്ഷിതമായ രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. ഇവിടെ കഴിഞ്ഞ 5 മുതൽ 10 വർഷമായി ശരാശരി പണപ്പെരുപ്പ നിരക്ക് 0.5% എന്ന തോതിലാണ്. മറ്റു രാജ്യങ്ങളിൽ ഇത് 6 മുതൽ 10% എന്ന തോതിലാണ്. സ്വിസ് കറൻസിയും ശക്തമാണ്. 2010 ഒരു സ്വിസ് ഫ്രാങ്ക് ഏകദേശം 40 രൂപ, 2020 വർഷത്തിൽ ഇത് 70 മുതൽ 80 രൂപ എന്ന നിലവാരത്തിലേക്കും എത്തി. ലോകത്തിലെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് സ്വിറ്റ്സർലൻഡിലേത്. തകർച്ച നേരിടാൻ തീരെ സാധ്യതയില്ലാത്തതാണ് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥ. ഈ രാജ്യത്തെ ബാങ്കുകളിൽ നിക്ഷേപിച്ചാൽ ബാങ്കുകൾ പൊളിയാനോ പണം നഷ്ടപ്പെടാനോ തീരെ സാധ്യതയും ഇല്ല എന്നതും നിക്ഷേപകരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. സ്വിസ് ബാങ്കിലെ നിക്ഷേപത്തിന്റെ ഫിസിക്കൽ സേഫ്റ്റിയും വലുതാണ്. ഇവിടെ നിക്ഷേപത്തിന് സുരക്ഷ ലഭിക്കുന്നു. ബാങ്ക് ഗ്യാരണ്ടി ചെയ്യുന്നു. എന്താണോ അത് 1 മാസത്തിനുള്ളിൽ നിക്ഷേപകന് തിരികെ ലഭിക്കുമെന്നത് ഗ്യാരണ്ടിയാണ്. സ്വിസ് സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തി വരുമാനം നടത്താനും അവസരങ്ങളുമുണ്ട്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് എടുക്കാം. വാലറ്റ്, പാസ്പോർട്ട്, ആവശ്യമായ രേഖകൾ എന്നിവ ഉണ്ടാവണം. സാധാരണഗതിയിൽ താഴെ നൽകിയിരിക്കുന്ന തരം അക്കൗണ്ടുകളാണ് സ്വിസ് ബാങ്കുകൾ അനുവദിക്കുന്നത്. ഒരു നമ്പർ ഉപയോഗിച്ച് കോഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളാണ് ഇവ. ഉയർന്ന സ്വകാര്യത ഇത്തരം അക്കൗണ്ടുകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. അക്കൗണ്ട് ആരുടേതെന്ന് ആർക്കും ഒരു വിവരവും ലഭ്യമല്ല എന്നതാണ് പ്രത്യേകത. ഹയർ ഒഫീഷ്യൽസിന് മാത്രമാണ് ഇവയുടെ ആക്സസ് ഉള്ളത്. മിനിമം $1,00,000 നിക്ഷേപിക്കേണ്ട തുക. കൂടാതെ വലിയൊരു തുക ആനുവൽ മെയിൻ്റനൻസിന് നൽകണം. സ്വിസ് ആർമിയുടെ സഹായത്തോടെയാണ് വാൾട്ട് അക്കൗണ്ടുകൾക്ക് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഹെലികോപ്റ്ററുകളിൽ മാത്രമാണ് ഇവിടെ എത്താൻ സാധിക്കുക. സെലിബ്രിറ്റികളുടെ അടക്കം വിലപിടിപ്പുള്ള പെയിന്റിംഗ്, പുരാവസ്തു ശേഖരങ്ങൾ, രത്നങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവിടെ സൂക്ഷിച്ചിരുന്നു. ഹവാല വിനിമയങ്ങളിലൂടെ ഷെൽ കമ്പനികളിലൂടെയും ഇവിടെ നിക്ഷേപം നടത്താറാണ് പതിവ്. ഫേക്കായ കമ്പനിയിൽ നിക്ഷേപങ്ങൾ നടത്തി നിരവധി കൈമാറ്റങ്ങളിലൂടെയാണ് ഇവിടെ പണങ്ങൾ എത്തുന്നത്. കള്ളപ്പണം ഫിസിക്കലായി സൂക്ഷിക്കുന്നത് റിസ്ക് ആയതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ സ്വിസ് ബാങ്കിലുള്ള നിക്ഷേപങ്ങളെല്ലാം കള്ളപ്പണമാണെന്ന് അർത്ഥമില്ല. അൾട്രാ റിച്ച് ആയ ആളുകളും പണം സുരക്ഷിതമായി സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും സ്വിസ് ബാങ്കുകളിൽ നിക്ഷേപം നടത്താറുണ്ട്. വ്യക്തികളും കമ്പനികളും സ്വിസ് ബാങ്കുകളിൽ ഇത്തരത്തിൽ നിക്ഷേപവും നടത്താറുണ്ട്.